മോർണിംഗ് ഓൾ. എൻ്റെ പേര് മുഹമ്മദ് സുഹൈൽ PS. എൻ്റെ വീട് എറണാകുളമാണ്, ആലുവയിലാണ് എൻ്റെ വീട്. ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. ഞാൻ നിലവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൽ ഫിനാൻസിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിനാൻസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒരു ഏകദേശം +1-ലെയും +2-ലായാലും നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും ഫിനാൻസ്. അപ്പോൾ ഞാൻ ആ വിഷയത്തിലാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഞാൻ മുന്നേ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയൊക്കെ ആദ്യം തന്നെ പറയാം. ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, 10ാം ക്ലാസ്സിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏത് ഗ്രൂപ്പ് എടുക്കണം എന്ന് ഒരു ഐഡിയയും ഇല്ല. ഇപ്പൊ ഇതേപോലെ പ്രെപ് വൈസോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രെപ് വൈസിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന പല ഉപദേശങ്ങളും അഡ്വൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഒന്നും ആ ഒരു സമയത്ത് എനിക്ക് എവിടെ നിന്നും കിട്ടിയിരുന്നില്ല. അപ്പോ എന്ത് ചെയ്യണം, ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നുള്ള ഒരു ഐഡിയയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല 10th കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ സമയത്ത് സയൻസ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സയൻസ് ആയിരുന്നു ആദ്യം തന്നെ ഓപ്ഷൻ വെച്ചത്. എനിക്ക് എന്താണ് സയൻസ് എന്നൊന്നും ആ സമയത്ത് അറിയില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും പറയുന്നത് കേട്ട് ആ ഒരു ഓളത്തിലാണ് ഞാൻ സയൻസിന് അപ്ലൈ ചെയ്തത് ആദ്യം. പക്ഷേ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ +1 +2 ചെയ്തത്. പക്ഷെ ഞാൻ കൗൺസിലിങ്ങിനും ആ സമയത്തെല്ലാം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സാറാണ് എന്നോട് കൊമേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എനിക്ക് കൊമേഴ്സിനോട് ഒരു താല്പര്യം തോന്നി. ഞാൻ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊമേഴ്സ് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് എനിക്ക് കൊമേഴ്സ് കിട്ടി. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു ഞാൻ +1 +2-ല് പഠിച്ചത്. ആലുവ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലായിരുന്നു ഞാൻ ചെയ്തത്. +1 +2-ന് ശേഷം ഏകദേശം +1-ല് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഏകദേശം അത്യാവശ്യം ഉഴപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പോയത്. +1-ല് +2-ൽ എത്തുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം +2 കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങൾ പലരും +1 +2-ലുള്ള കുട്ടികളുണ്ട്. കാരണം +2-ൽ എത്തുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം +2 കഴിഞ്ഞ് നമുക്ക് കൊമേഴ്സിലോ അല്ലെങ്കിൽ മാനേജ്മെന്റിലോ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഡിസിപ്ലിൻ ആണ് ശരിക്കും കൊമേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഒരുപക്ഷെ BCom-ന് അല്ലെങ്കിൽ MCom-നൊക്കെ ഒരു 92% ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു എയ്ഡഡ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. കേരള ആയിക്കോട്ടെ, പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ. അപ്പോൾ ആ സമയത്ത് +2-ൽ ഒരു ചൂട് തോന്നിയിട്ടാണ് നമ്മൾ നല്ലോണം പഠിച്ച് +2-ൽ നിന്ന് ഞാൻ പാസ്സായതിനു ശേഷം പലരുടെ മനസ്സിലുണ്ടാവുന്ന പോലെ പ്രൊഫഷണൽ കോഴ്സിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും നമ്മുടെ മനസ്സിലല്ലേ? CA, CMA, CS. അപ്പൊ എനിക്ക് CA താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ CA-യും BCom-ഉം ഒരുമിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ പിന്നീട് ഞാൻ BCom-നാണ് ജോയിൻ ചെയ്തത്. ആലുവയിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെയായിരുന്നു ഞാൻ BCom-ഉം ചെയ്തത്. പുറത്തെവിടെയല്ല, കേരളത്തിൽ തന്നെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ BCom ചെയ്തത്. BCom ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു ഞാൻ ചെയ്തത്. BCom-ന് ശേഷം പിന്നീട് ഞാൻ മാനേജ്മെന്റിലായിരുന്നു പിന്നീട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫിനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 1 വർഷം ഗ്യാപ്പിന് ശേഷം എനിക്ക് കൊമേഴ്സിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ, കാരണം BCom കഴിഞ്ഞ് കൊമേഴ്സ് ആക്ച്വലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം എനിക്ക് MBA-ക്ക് അഡ്മിഷൻ കിട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ MCom-ഉം ചെയ്തു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസിലെ സ്പെഷ്യലൈസേഷനോട് കൂടി ഞാൻ MCom-ഉം ക്ലിയർ ചെയ്തിരുന്നു. അപ്പോ ഇതാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അതിനുശേഷം ഞാൻ 1 വർഷം ഏൺസ്റ്റ് ആൻഡ് യങ് EY എന്നുള്ള ഒരു നമുക്കറിയാം ടോപ്പ് 4 ഓഡിറ്റ് ഫേമിലുള്ള ഒരു കമ്പനിയാണ് EY. EY-ൽ ഞാൻ 1 വർഷം വർക്ക് ചെയ്തു. എൻ്റെ പാഷൻ ടീച്ചിങ് തന്നെയായിരുന്നു. എനിക്ക് കോർപ്പറേറ്റ് ഒരു വേൾഡിൽ വർക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് ടീച്ചിങ് വളരെ എൻ്റെ പാഷനാണ്. ടീച്ചിങ് ആണ് എനിക്ക് താല്പര്യം, റിസർച്ച് ആണ് താല്പര്യം. അപ്പൊ ആ സമയത്താണ് ഞാൻ PhD-ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ IIT മദ്രാസിൽ അപ്ലൈ ചെയ്യുന്നു. ഫൈനാൻസിൽ തന്നെയായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്കിവിടെ അഡ്മിഷൻ കിട്ടി. ഞാനിപ്പോൾ നിലവിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഞാനിപ്പോ ഇത്തരം കോഴ്സസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ പലരും +1 +2-ലുള്ളവരായിരിക്കും അല്ലെ? അപ്പൊ +1 +2 കൊമേഴ്സ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. അപ്പോ
ആദ്യം തന്നെ ഞാൻ ബിസിനസ് സ്റ്റഡീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. +1 ബിസിനസ് സ്റ്റഡീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. അത് പറയാൻ കാരണം ശരിക്കും ഞാൻ സ്ട്രാറ്റജി ക്ലാസ്സിലെല്ലാം പറഞ്ഞതുപോലെ ബിസിനസ് സ്റ്റഡീസ് ആണ് ആക്ച്വലി നമ്മുടെ ബേസ്, നമ്മുടെ ഒരു അടിത്തറ ശരിക്കും ബിസിനസ് സ്റ്റഡീസ് ആണ്. കാരണം ബിസിനസ് സ്റ്റഡീസിലെ ആക്ടിവിറ്റീസിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി, എയ്ഡ്സ് ടു ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും. ഇങ്ങനെ ശരിക്കും ഒരു ഫൗണ്ടേഷൻ തരുന്നത് ശരിക്കും ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മള് എയ്ഡ്സ് ടു ട്രേഡ് പറയുന്നു, ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറയാറുണ്ട്, ബാങ്കിങ് പറയുന്നുണ്ട്, ഫൈനാൻസ് പറയുന്നുണ്ട്, അക്കൗണ്ടിങ് പറയുന്നുണ്ട്. ഇങ്ങനെ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇത് തന്നെയാണ് ശരിക്കും കൊമേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ആ ഒരു ഡിസിപ്ലിനിൽ ഫുൾ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. അതായത് നിങ്ങൾ കൊമേഴ്സ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും ആ മേഖലയെ കുറിച്ച് ഉള്ള ബേസ് ശരിക്കും നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോ +2 കുട്ടികൾക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും, +1 കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയവർ വരുന്നുണ്ടാകും. കാരണം നിങ്ങൾ ഏത് കൺസെപ്റ്റ് പഠിച്ചോ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫിനാൻസ്. അപ്പൊ ഫിനാൻസ് നമ്മൾ കൊമേഴ്സ് കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫൈനാൻസ്, അല്ലെങ്കിൽ ബാങ്കിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്. സോ ഇതെല്ലാം ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ കൊമേഴ്സ് കഴിഞ്ഞ് ഏത് മേഖലയിലേക്ക് തിരിയുമ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ബേസ് ശരിക്കും നമുക്ക് കിട്ടുന്ന ബിസിനസ് സ്റ്റഡീസിൽ നിന്നാണ്. ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത് വഴി നമുക്ക് എന്തിലേക്ക് തിരിയണം അല്ലെങ്കിൽ ഏതാണ് നമുക്ക് താല്പര്യം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഒരു വലിയ ലെക്ചർ എടുക്കാനായിട്ട് ഞാൻ പോകുന്നില്ല, കാരണം സ്ട്രാറ്റജി ക്ലാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. അപ്പൊ അടുത്ത ചോദ്യം, ഇപ്പൊ നമ്മൾ +1 +2 ബിസിനസ് സ്റ്റഡീസിന് പുറമെ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ സയൻസ് ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ +2 കഴിഞ്ഞ് നമുക്ക് എന്ത് അല്ലെങ്കിൽ ഏതിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്. ശരിക്കും ബിസിനസ് സ്റ്റഡീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ബിസിനസ്സിനോട് ഒരു താല്പര്യം, അല്ലെങ്കിൽ +2 നിങ്ങൾ പഠിക്കുന്ന മാനേജ്മെന്റിനോട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് മാനേജ്മെന്റ് തന്നെയാണ്. അതായത് മാനേജ്മെന്റ് എന്ന് ഞാൻ പറയുമ്പോൾ BBA എന്ന് പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്താണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം. അല്ലെങ്കിൽ എനിക്ക് +1 +2 ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ബിസിനസ് സ്റ്റഡീസ് വളരെ ഇഷ്ടപ്പെട്ടു, ബിസിനസ് സ്റ്റഡീസിലെ മാനേജ്മെന്റ് കൺസെപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അപ്പൊ അതിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് തന്നെ പോവാം, മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആകാം, ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആകാം. ഇനി അതുമല്ല ഇന്റഗ്രേറ്റഡ് കോഴ്സ്, നമ്മൾ സ്ട്രാറ്റജി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തന്നെയാണ്. IIM ആണ് ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് താഴെ ഞാൻ പറയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മൾ IIT, നമ്മൾ എപ്പോഴും പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, ഇവിടെ എനിക്ക് പോലും അറിയില്ലായിരുന്നു. IIT എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ബിടെക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടെക്നോളജി സബ്ജക്റ്റ് ആണ് അവിടെ ഉള്ളത്. അല്ല, അവിടെ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇപ്പൊ IIT മദ്രാസിന്റെ കേസിൽ പറയുമ്പോൾ ഒരു നല്ല അടിപൊളി ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അതുപോലെ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ IIM അതുപോലെ തന്നെ IIT-കളിലും മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിന് പുറമെ വേറെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹയർ സ്റ്റഡീസിന്റെ പോസിബിലിറ്റീസ് വരുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് BBAക്ക് പോകണോ BComന് പോകണോ, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അത് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അക്കൗണ്ടൻസി ഒക്കെ വളരെ +1 +2 നല്ല രീതിയിൽ കൈകാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് അക്കൗണ്ടൻസി ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് എങ്കിൽ നിങ്ങൾ നേരെ പോകേണ്ടത്, നിങ്ങൾ ഒരു പക്ഷേ ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഞാൻ പറയുന്ന ബിസിനസ് മാനേജ്മെന്റോ BBAയോ BBMലേക്കോ ഒന്നും പോകാനായിട്ട് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഇഷ്ടമാണ്, പ്രോബ്ലംസ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോവാം. പ്രൊഫഷണൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ
അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി നമുക്ക് മാറ്റി നിർത്താം. മറ്റുള്ള CPA, ACCA ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ട്. അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, ആ ഒരു മേഖലയിലേക്ക് തിരിയാനായിട്ട് പറ്റും. നിങ്ങൾ അക്കൗണ്ടൻസി, ആ ഒരു ഫിനാൻസ്, ആ ഒരു ഏരിയയ്ക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ പറഞ്ഞ മേഖലയിലേക്ക് തിരിയാം. പക്ഷെ നിങ്ങൾ +2 കഴിഞ്ഞ് CAയോ അല്ലെങ്കിൽ CMAയോ CSO CPAയോ ACCAയോ ഈ കോഴ്സ് എപ്പോഴും എടുക്കുമ്പോൾ മറ്റവരെടുത്തുകൊണ്ട് ഞാനത് എടുത്തു, എന്റെ ഫ്രണ്ട് എടുത്തുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൊരു റീസൺ ആവരുത് നിങ്ങൾ പറയേണ്ടത്. കാരണം നിങ്ങൾ ആ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു 4-5 വർഷത്തേക്കാണ് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക, ഫിനാൻഷ്യലി, സാമ്പത്തികമായിട്ട് എനിക്ക് അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആ കോഴ്സ് എനിക്ക് എടുത്താൽ. കാരണം നമ്മളെല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടാകും, അത്രത്തോളം സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ കോഴ്സ് എടുത്താൽ ഫിനാൻഷ്യലി നമുക്കത് നേടിപ്പോകാൻ പറ്റുമോ? അതുപോലെ കഷ്ടപ്പെടണം. പ്രൊഫഷണൽ കോഴ്സ് ചിലവർ പറയും CMA, ഒരു CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. CMA ഇന്ത്യ ഉണ്ട്, CMA USA ഉണ്ട്. ചിലർ പറയും CMA USA 2 പേപ്പർ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാം. CMA ഇന്ത്യ ആകുമ്പോൾ 3 പാർട്ടിൽ ഒരുപാട് പേപ്പർ പഠിക്കണം. പക്ഷെ അതൊക്കെ വെറുതെ ഒരു മുടന്തൻ ന്യായങ്ങളാണ്. കാരണം CMAക്ക് 2 പാർട്ട് ഉള്ളൂ എങ്കിലും, CMA USAക്ക് 2 പാർട്ട് ഉള്ളൂവെങ്കിലും കഷ്ടപ്പെടണം. ഈ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം അവർ വെട്ടിച്ചുരുക്കിയാണ് 2 എണ്ണത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പൊ കഷ്ടപ്പെടാൻ എനിക്ക് പറ്റുമോ? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റുമോ? പ്രോബ്ലംസ് എല്ലാം കുത്തിയിരുന്ന് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമോ? ഇതെല്ലാം പറ്റുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കോഴ്സാണ് പ്രൊഫഷണൽ കോഴ്സുകൾ. അപ്പൊ അതിലേക്ക് കൈവെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇനി അക്കൗണ്ടന്റ്, എനിക്കിനി അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് BCOMലേക്ക് തിരിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ CA CMAയിലേക്ക് പോകാം. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഓപ്ഷനാണ്, BCOMന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, CA ചെയ്യാം. ഇപ്പൊ പലർക്കും അറിയായിരിക്കും, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊക്കെ പറയുമ്പോൾ 3 പാർട്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു എൻട്രൻസ് ഉണ്ട്, അതിനുശേഷം ഇന്റർമീഡിയറ്റ് ഉണ്ട്, അതിനുശേഷം ഫൈനൽ എക്സാം ഉണ്ട്. അപ്പൊ BCOM ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് വേണ്ട എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും BCOM കഴിഞ്ഞ്, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ചിന്തിച്ച അങ്ങനെയായിരുന്നു, BCOM കഴിഞ്ഞ് CAയിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ എന്റെ റൂട്ട് മാറിപ്പോയി, അത് വേറെ കാര്യം. അപ്പോ നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ BCOMോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ വരുമ്പോൾ BCOM കഴിഞ്ഞിട്ടായാലും, അപ്പൊ നിങ്ങൾ ചോദിക്കും BCOM കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് എന്തിലേക്ക് പോവാം? ബിസിനസ് മാനേജ്മെന്റിലേക്ക് പോകാം, MBA എടുക്കാം. BCOM കഴിഞ്ഞ് നിങ്ങൾക്ക് MCOMലേക്ക് പോവാം. അപ്പോ MCOM MBA തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊമേഴ്സ് തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. കാരണം ഒരു കൊമേഴ്സിലൊരു സ്റ്റുഡന്റ്, അല്ലെങ്കിൽ കൊമേഴ്സ് BCOMോ MCOMോ ആയാലും ഒരു അക്കൗണ്ടന്റ് വ്യൂ, ഒരു അക്കൗണ്ടന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ കാണുക. പക്ഷെ MBA അങ്ങനെയല്ല. MBA എന്ന് പറയുന്നത് ഒരു മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരു മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഒരു അക്കൗണ്ടന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവും രണ്ടും രണ്ടാണ്. ആരുടെ ആയിരിക്കും കുറെ കൂടി ബ്രോഡ് ആയിട്ടുള്ള കുറച്ചൊരു കാഴ്ചപ്പാട് മാനേജറിന്റെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും MBA എടുക്കുന്നത് വഴി നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ കുറെ കൂടി ഡെവലപ്ഡ് ആകും, നമ്മൾ കുറെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോ ഒരാൾ ഇപ്പൊ MCOM എടുക്കുന്ന ഒരാളും MBA എടുക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. MCOM എടുത്ത് നമ്മൾ കുറെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകും. പക്ഷെ MBA അങ്ങനെയല്ല. നമ്മൾ കൂടുതൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിലുപരി നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നിങ്ങൾ ചുമ്മാ കുറെ ഡെഫിനേഷൻസ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് കൺസെപ്റ്റ് പഠിക്കുമ്പോഴും ബിസിനസ്, നമ്മുടെ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കലാണ് കാര്യം. അതാണ് ശരിക്കും മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസിന്റെ ആ ഒരു സബ്ജക്റ്റിന്റെ ശരിക്കുമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. നിങ്ങൾ എന്ത് കൺസെപ്റ്റ് പഠിച്ചോ, ആ കൺസെപ്റ്റിൽ എന്ത് ചുറ്റുപാട് എന്ത് നടക്കുന്നു. ഇപ്പൊ നിങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, കമ്പനി. ഇപ്പൊ നിങ്ങൾ പലവരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പഠിക്കുന്നുണ്ട്, പക്ഷെ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പേര് അറിയില്ല, ഒരു കമ്പനിയുടെ സിഇഒയുടെ പേര് നിങ്ങൾക്ക് അറിയില്ല. എന്തുപകാരം നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചത് കൊണ്ടിട്ട്. അപ്പോ ഏത് കൺസെപ്റ്റ് പഠിച്ചാലും അത് എന്താണ് ചുറ്റുപാടും നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ബിസിനസിന്റെയും മാനേജ്മെന്റിന്റെയും ഗുണം. അപ്പോ MBA പഠിക്കുമ്പോൾ നമ്മൾ കുറെ കൂടി നമ്മുടെ ചിന്താഗതി കുറെ കൂടി വലുതായിരിക്കും. നമ്മൾ എന്താണ് ബിസിനസ്സിൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവിടെയാണ് MBAയും MCOMും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്.
അപ്പോ അപ്പൊ ഏകദേശം ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്, ഒന്നിലേക്ക് നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഒരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രീതിയിൽ BBA MBA ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് പോകാം. എല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടന്റ് വ്യൂവിൽ നിന്ന് നമുക്ക് BCom MCom ആ ഒരു റൂട്ടിലേക്കും പോവാം. നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് എവിടെയാണ്? അവസാനം ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ എത്തും, അതായത് അക്കാദമിക്സ്. ഒരുപാട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഞാൻ അക്കാദമിക്സ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കൽ മാത്രമല്ല, റിസർച്ച്, ഗവേഷണം കൂടി അതിൽ വരും. കാരണം ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് MCom ഒക്കെ എടുത്ത് അവസാനം പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിപ്പിക്കലാണെന്ന്. അല്ല, MCom കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെഴുതാം, നെറ്റ് പോലുള്ള ഒരുപാട് എക്സാം, നെറ്റ് JRF പോലുള്ള പരീക്ഷകൾ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഗവേഷണത്തിലേക്ക് തിരിയാം. അതായത് ഞാനിപ്പോ ചെയ്യുന്ന പരിപാടി PhD ഗവേഷണം നമ്മൾ പറയും, അതിലേക്ക് നമുക്ക് തിരിയാം. അതൊരു ഓപ്ഷൻ. രണ്ടാമത് നമ്മൾ അവസാനം എത്താൻ പോകുന്നത് ഒരു കമ്പനിയിലായിരിക്കും. നിങ്ങൾ CA എടുത്താല് നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മാറുന്നു, നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് മാറുന്നു. നിങ്ങൾ MCom എടുത്താലും MBA എടുത്താലും നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ എത്തുന്നത്. പക്ഷെ കുറെയൊക്കെ പൊസിഷൻസ്, ഇപ്പൊ MCom എടുത്ത ഒരാൾ ഒരു പക്ഷേ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം, ഒരു പക്ഷേ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. പക്ഷെ MBA എടുത്ത ആള് MBA എടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ നമ്മളിപ്പോ കൊമേഴ്സിൽ +1 കൊമേഴ്സിലൊക്കെ പഠിക്കുന്ന പോലെ ഒരുപാട് ഏരിയാസ് ഉണ്ട് അല്ലെ. ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ഏരിയാസ്, അക്കൗണ്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ MBA എടുക്കുമ്പോഴായാലും നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫിനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഗവേഷണത്തിലേക്ക് വന്നപ്പോൾ ഫൈനാൻസ് തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങൾക്ക് ചിലവർക്ക് മാർക്കറ്റിംഗ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗിലേക്ക് പോകാം. അപ്പോ ഒന്നില്ലെങ്കിൽ നമ്മുടെ അക്കാദമിക്സിലേക്കായിരിക്കും എത്തുക, എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലേക്ക്, ഒരു മാനേജർ ആയിട്ടോ ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് തിരിയാം. അപ്പോൾ ഇതായിരിക്കും നമ്മൾ MCOമോ ഏത് കോഴ്സ് എടുത്താലും അവസാനമായിട്ട് എത്തിച്ചേരാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് എനിക്ക് ആ ഒരു അക്കാദമിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തായിരിക്കും, ഏതൊക്കെ കോഴ്സസ് ആണ് വരുന്നത് എന്നൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ BBA CA ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? BBA CA ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏത് കോഴ്സ് എടുക്കുമ്പോഴായാലും എന്താണ് നമുക്ക് ആ ഒരു എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. BBA CA രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല. CA എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് മാറാൻ. കാരണം CA എടുത്ത അവസാനം നമ്മൾ എത്തുന്ന എന്തിനാണ്? അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അവരുടെ ആനുവൽ അക്കൗണ്ട്സ്, കാരണം എല്ലാവരും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമല്ലോ. നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ട് എന്നോ ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ഓരോ കമ്പനി ഓരോ വർഷവും പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് സർട്ടിഫൈ ചെയ്യുന്ന ആളാണ് ഓഡിറ്റർ. ഇന്ത്യയിൽ ഓഡിറ്റർ ആവണമെങ്കിൽ അയാൾ ആരാകണം? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം. അപ്പോ ആ ഒരു അക്കൗണ്ടൻസി അല്ലെങ്കിൽ ആ ഓഡിറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്തിലേക്ക് പോകുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് BBAയിലേക്ക് വരുമ്പോഴോ, BBA ഞാൻ പറഞ്ഞു നമ്മള് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ താല്പര്യമുള്ള ഒരാളാണ് BBAയിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ലക്ഷ്യം എന്താണ്, നമ്മൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നതെന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. കാരണം BCom CA എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ എക്സംഷൻ ഉണ്ട്. BBAക്ക് എക്സംഷൻ ഇല്ല എന്നാണ് എന്റെ അറിവ്. BComനെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു എൻട്രൻസിൽ നമുക്ക് ഒഴിവാകാം നമ്മൾ CA ചെയ്യുന്ന ഒരു സമയത്ത്. പക്ഷെ BBA ഒരു മാനേജ്മെന്റ്, ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡിലേക്ക് പോകുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് നോർമലി അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു ലക്ഷ്യമാണ് പ്രധാനം എപ്പോഴും. ഇപ്പോ ഒരെണ്ണം അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ, ഒരെണ്ണം അക്കൗണ്ടന്റ് സൈഡിൽ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടും രണ്ട് ഡിസിപ്ലിൻ ആണ് ആക്ച്വലി. ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ നമ്മൾ എന്തിനു ചെയ്യുന്നു? കാരണം ആർദ്രയ്ക്ക് കൂടുതൽ അതിലെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർദ്ര എന്താണ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ശരിക്കും? എന്തുകൊണ്ട് BCom CA പോയിക്കൂടാ? BBAനോടും CAനോടും രണ്ടിനോടും താല്പര്യമുണ്ട്. പിന്നെ CA പറഞ്ഞ കുറച്ചൊരു പണിയുള്ള പരിപാടി ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? BBA ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ CAയിൽ മാത്രം ഫോക്കസ് ചെയ്യോ, അതോ BBA കഴിഞ്ഞ് മാനേജ്മെന്റിലേക്ക് MBA ചെയ്യോ? അത് BBA അല്ല, CAക്കാണ് ഒരു ഇതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ CA എന്നെ ക്യാരി ചെയ്യും.
അല്ല അവിടെ ഒരു വർഷം അങ്ങനെ പോവാൻ താല്പര്യമില്ലാത്തോണ്ടാണ്. ഓക്കെ, ഒരു വർഷം പോകാൻ എവിടെ താല്പര്യമില്ല? CA-ല്? അല്ല അത് CAയിൽ ഏതെങ്കിലും പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അത് ഇതാവല്ലോ. ഓപ്ഷൻ ഓക്കെ എന്നുള്ള ഓക്കെ. രീതിയിലായിരിക്കും അത്ര ചോദിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ഡിഗ്രി രണ്ട് രീതി. ആ അത് ഒന്നാമത്തെ അങ്ങനെ ചെയ്യുന്ന തന്നെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അതിലും ഒരുപാട് നല്ലത് ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, CA, CMA, CS, ACCA, നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ സമയം ഒഴിഞ്ഞു വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അതിനോടൊരു പാഷൻ, അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിലെപ്പോഴും ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ അതവിടെ നിൽക്കുന്നു, അതിന്റെ ഒപ്പം BBA എടുക്കുക, ഇനി CA കിട്ടിയില്ലെങ്കിൽ BBA കഴിഞ്ഞ് MBAക്ക് പോവാം. അത് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ BCom എന്നുള്ളത് ഞാൻ അത് നല്ലതെന്ന് പറയാൻ കാരണം നമുക്ക് അതിൽ എക്സംഷൻ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആക്ച്വലി പേപ്പേഴ്സ് എല്ലാം നമുക്ക് BCom പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടും. ഇപ്പൊ CA ഇന്റർമീഡിയറ്റിലേക്കൊക്കെ വരുമ്പോൾ. സർ പഠിച്ച കോളേജ് IIM-നെ കുറിച്ചൊന്ന് ചെറിയൊരു റിവ്യൂ. ഞാൻ പറയാം. ഞാൻ ആക്ച്വലി PG വരെ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി PG ഒക്കെ ഏകദേശം, എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ PG കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാനിപ്പോ IIT-യിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ശരിക്കും പ്രെപ്വൈസിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആ സമയത്ത് ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ശരിക്കും. കാരണം PG കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. ഇവൻ ഞാൻ PG ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. കുസാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, അതായത് മാനേജ്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാൻ പറ്റിയ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജാണ് കുസാറ്റ്. രാജഗിരി ഉണ്ട്, പ്രൈവറ്റ് കോളേജിൽ രാജഗിരി ഉണ്ട്. ഏകദേശം രാജഗിരിയുടെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കോളേജാണ് കുസാറ്റിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ വിധത്തിലുള്ള എല്ലാ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്പെഷ്യലൈസേഷനും നമുക്ക് കുസാറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാനിപ്പോ PhD ചെയ്യുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. പൊതുവെ പലർക്കും അറിയാത്തൊരു സംഭവമാണ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് IIT-യിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ. കാരണം പലരും IAM ആണ് നമ്മൾ എപ്പോഴും മാനേജ്മെന്റിന് പറയാറ്. IAM ആണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന IAM തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം IIT ഡൽഹി, IIT മുംബൈ, IIT മദ്രാസ് ഇതൊക്കെ മാനേജ്മെന്റിൽ ടോപ്പ് റാങ്കിങ്ങിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ്. ഇപ്പോ ഈ IIT മദ്രാസിലേക്ക് ഞാൻ വരുമ്പോൾ നമുക്ക് അവിടെ PhD മാത്രമല്ല, അവിടെ MBA ഉണ്ട്. നമുക്ക് അവിടേക്ക് MBA-യിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, IAM നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് IIT മദ്രാസ് അല്ലെങ്കിൽ IAM പോലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും അഡ്മിഷൻ നടക്കുന്നത്. അത് നമുക്ക് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷെ PhD-യിലേക്ക് വരുമ്പോൾ PhD-യോ അല്ലെങ്കിൽ റിസർച്ച് രണ്ട് രീതിയിലാണ്. ഒന്ന് MS ആണ്, രണ്ട് PhD ആണ്. അതും പലർക്കും അറിയാത്തൊരു സംഭവമാണ്. ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് PhD ഗവേഷണത്തിലേക്ക് കയറാൻ പറ്റും ത്രൂ MS വഴി. പക്ഷെ അപ്പൊ PhD-യിലേക്ക് ഞാൻ വരുമ്പോൾ നമുക്ക് CAT വഴിയോ അല്ലെങ്കിൽ നെറ്റ് വഴിയോ JRF വഴിയോ GMAT വഴിയോ ഗേറ്റ് വഴിയോ ഇങ്ങനെ 4-5 എൻട്രൻസ് എക്സാം വഴി നമുക്ക് PhD-യിലേക്ക് നമുക്ക് കയറാൻ പറ്റും. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഉണ്ട്. നിങ്ങൾ അവിടെയാണ് PG ചെയ്യുന്നതെങ്കിൽ, അതായത് IIM, IITs, IIITs, NITs ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നിങ്ങൾ PG ചെയ്ത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസിന്റെ ആവശ്യമില്ല. അത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. നിങ്ങൾ എൻട്രൻസ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് PG ചെയ്തത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഇല്ലാതെ തന്നെ സുഖമായിട്ട് PhD-യിലേക്ക് കയറാം. PhD-യിലേക്ക് കയറുമ്പോൾ വേറൊരു സംശയം, എങ്ങനെ നമുക്ക് പൈസ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെന്റ് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് 31-ാം തീയതി നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരും. നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് PhD നമ്മുടെ ഒരു പാഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. നമുക്ക് അതേസമയം നമ്മുടെ ഫാമിലിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും. അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത്. എനിക്ക് CMA-നെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ.
CMA പറ്റി ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ അറിയാം CA, CMA, CS വരുന്നുണ്ട്. അതില് CMA എന്ന് പറയുമ്പോൾ കുറെ കൂടി നമ്മൾ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് പറയുന്നത്. അതിൽ കുറെ കൂടി കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് CMAയുടെ പ്രത്യേകത. CA പോലെ തന്നെയാണ് CMAയുടെ കോഴ്സ് സ്ട്രക്ചർ ഏകദേശം. അതായത് പാർട്ട് 1, 2, 3 അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഉള്ളത്. സബ്ജക്ട് CAയുടെ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, സബ്ജക്റ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. അതായത് നമ്മൾ കൂടുതലും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എത്രത്തോളം നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, 3 ബ്രാഞ്ച് നമുക്കുണ്ട്: ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ ഇതിൽ കൂടുതലും കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ഇങ്ങനെയുള്ള ഏരിയാസിനായിരിക്കും കുറെ കൂടി നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് CMAയില്. പക്ഷെ ഇപ്പൊ കുറെ കൂടി ട്രെൻഡിങ് ആയിട്ട് CMA ഇന്ത്യയെ വിട്ടിട്ട് CMA US പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ പറയുന്ന കാരണം CMA USA 2 പേപ്പർ ഉള്ളൂ, 2 പാർട്ട് ഉള്ളൂ എന്നാണ്. പക്ഷെ ആ 2 പാർട്ടിൽ CMA ഇന്ത്യയുടെ ഏകദേശം ഫുൾ സിലബസും അവരത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് CMAയുടെ 2 പാർട്ടിൽ. അപ്പോ CMAയുടെ 2 പാർട്ട് അതും ഡിഫിക്കൽട്ട് ആണ്. അല്ലാതെ 2 പേപ്പർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓടിപ്പോയി അത് എടുക്കേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ട് പഠിക്കാമെങ്കിൽ മാത്രം CMA USA എടുത്താൽ മതി. CMA ഇന്ത്യ ആയാലും ഈ പറഞ്ഞ 3 പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ കൃത്യമായ ഡെഡിക്കേഷനോട് ഹാർഡ് വർക്കോട് കൂടി പഠിക്കാമെങ്കിൽ മാത്രം എടുക്കാൻ പറ്റിയ കോഴ്സാണ് ഇത് രണ്ടും, CMA US-ഉം CMA ഇന്ത്യയും. ഞാൻ അതിന്റെ സിലബസും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ റൈസിന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് തരും. കൂടുതൽ ഓരോ സബ്ജക്റ്റിന്റെ പേരോ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അത് റൈസിന് ഷെയർ ചെയ്തോളാം. കൃഷ്ണേന്ദു എന്നല്ലേ പറഞ്ഞത്, കൃഷ്ണേന്ദുവിന് ഷെയർ ചെയ്യും റൈസ്. +1 +2 സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുള്ള സമയമാണ്. എനിക്കൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് ആരും പറഞ്ഞു തരാനില്ല, നാട്ടിൽ ആരില്ല, നമുക്ക് സീനിയേഴ്സ് ആരും ഈ പറഞ്ഞ മേഖലയിൽ പോയി പഠിച്ചവരാരുമില്ല. അപ്പൊ ആ ഒരു നമുക്ക് പറഞ്ഞു തരാൻ ഒരാളില്ലാത്തതിന്റെ കുറവ് ശരിക്കും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോ ഇപ്പൊ കിട്ടുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രെപ്വൈസിലെ ടീം, മെന്റേഴ്സ്, ഇവരെല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഫാക്കൽറ്റീസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, എല്ലാവരും നിങ്ങളുടെ പുറകെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. കാരണം ഒരു +1 +2 കുട്ടികൾക്ക് കിട്ടുന്നതിന്റെ ഏകദേശം ഒരു 100 ഇരട്ടി റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നോട്ട്സിന്റെ രൂപത്തിലാവട്ടെ, ലെക്ചേഴ്സിന്റെ രൂപത്തിലാവട്ടെ, എക്സാമ്പിൾ, പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസ് നമ്മൾ കുറെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷന്റെ സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കും. നമ്മൾ +1 +2 നിങ്ങൾക്ക് ഈ തരുന്ന വീഡിയോസിന്റെ എല്ലാം ഗുണം നിങ്ങൾ UGയുടെ സമയത്തും PGയുടെ സമയത്തും തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓർക്കുന്നതായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ ഈ പറഞ്ഞ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക, സംശയങ്ങൾ ഡിസ്കസ് ചെയ്യുക, മെന്റേഴ്സ് ആയിട്ട് അവർ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും.